ഈ നീട്ടിയവർ കയ്യ നീ വെറും കയ്യോടെ മടക്കല്ല പടച്ചവനെ. അല്ലാഹുവേ, നീ 100 കൊല ചെയ്തവനും പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ. നീ ഗഫൂറാണല്ലോ അല്ലാ. നീ റഹീമാണല്ലോ അല്ലാ. നീ കരുണക്കടലാണല്ലോ അല്ലാ. തൗബ ചെയ്യുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ പടച്ചവനെ. വീടിനകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലോ അല്ലാ. അല്ലാഹുവേ, വേദന സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ലോ അല്ലാ. അവരുടെ പൊരുത്തം നൽകണേ റഹ്മാനെ. അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കുപോലും പറയാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് പടച്ചവനെ. അല്ലാഹുവേ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ. ഭാര്യയും മക്കളും കൂടപ്പുറപ്പുകളും നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാ. ഈമാനുള്ള മരണം നൽകണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. പടച്ചവനെ, എല്ലാവരും കരയുന്ന ദിവസം നീ ഞങ്ങളെ ചിരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാ. 100 പേരിൽ കൂടുതൽ മയ്യത്ത് നമസ്കരിക്കുന്ന ഒരു മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ റഹ്മാനെ. അവരുടെ പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. നല്ല മരണം കിട്ടാൻ അതൊരു കാരണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ 11:30 വരെ ഈ 12 മണിയോടടുത്തിട്ടും ഈ സദസ്സിലിരുന്ന എൻ്റെ ഉപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവരെ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാനെ. വിദ്യാർത്ഥികളെ പടച്ചവനെ, മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. ചിരിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് നീറുകയാണ് റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. അന്യനാട്ടിൽ നിന്ന് ഇൽമു പഠിക്കാൻ ഈ സ്ഥാപനത്തിൽ വന്ന് കിടക്കുന്ന ഈ മക്കളെ നീ കൈവിടല്ലേ അല്ലാ. അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. നാഫിയായ ഇൽമു നൽകണേ അല്ലാ. ഉപ്പാരെയും ഉമ്മാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഒരു മുത്തഅല്ലിമിനുണ്ടാകേണ്ട സർവ്വ സിഫത്തുകളും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇൽമു പകുതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന മക്കളെ തൊട്ട് നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരു ആലിമിന്റെ ഉപ്പയ്ക്ക് കിട്ടുന്ന പ്രതിഫലം ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ തമ്പുരാനെ. ഇവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇവിടെയുള്ള സർവ്വ സ്ഥാപനങ്ങളെയും നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. ഈ നാടിന്റെ ഐശ്വര്യമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഭക്ഷണം തന്ന കുടുംബം നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കുടിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, അഷ്റഫി ഉസ്താദിന്റെ ഉമ്മയ്ക്ക് നീ ഉപ്പയ്ക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. പൊന്നുമോനെ ഹാഫിളാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സാലിഹ് ഉദവി ഉസ്താദ് റബ്ബേ, ഉപ്പാന്റെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു ഉസ്താദിന്റെ ഉമ്മയ്ക്ക് ദീർഘായുസ് കൊടുക്കണേ തമ്പുരാൻ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഷരീഫ് എന്ന കൂട്ടുകാരന്റെ ഉപ്പയുടെ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ. സ്വന്തമായി ഒരു വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ഞങ്ങളെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ.